നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. 87-ാം അധ്യായം. ഇനി 19-ാമത്തല്ലേ എടുക്കണ്ടേ? സുഹൃതവിചിത്രയോ നിഷുവിശന്യവഹേതുതയാം തരതമശ്ചകാഫ്യനലവത്സുഹൃതാനുകൃതീം അഥ വിദധാം വിദധാഫമൂഷവിദധം തവധാമഫമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം. ശ്രുതിഗീത എന്ന വിഷയമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായത്തിലാണ്. അതിൽ നമ്മൾ കുറെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 19-ാമത്തെ ശ്ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ന് എടുക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ കുറെ ശ്ലോകം എടുത്തു കഴിഞ്ഞാണ്. ഇപ്പൊ വേദങ്ങൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈ സംസാര ലോകത്തിന്റെ അധപതനത്തിലേക്ക് വീഴാതെ ഞങ്ങളെ കരകയറ്റണമേ എന്ന് നമ്മൾക്ക് വേണ്ടി വേദങ്ങൾ ഈശ്വരനോട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. എന്റെ ബാക്കിയാണിത്. അങ്ങനെയുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൃദയമാണ്, ദഹരാകാശത്തിലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ പറഞ്ഞിരുന്നു. അവിടെ സ്ഥിതി ചെയ്യുന്ന ഈശ്വര സത്തയെ ഞാൻ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ശ്ലോകം അവിടെ ഉപസംഹരിച്ചത്. സ്വകൃത വിചിത്രയോനിഷു. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഉദരമുപാസത്തെ ഋഷിവർണ്ണസു എന്നാണ്. ഉദരത്തെ ഉപാസിക്കുന്നു. ഉദരം എന്നുള്ളത് മൈപൂരകത്തിന്റെ സ്ഥാനമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാണ്. അതിന്റെ ബാക്കിയാണിത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതാണ് ഒരു വലിയ ദോഷം. അതാണ് കണ്ടിന്യൂവേഷൻ കിട്ടണമെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഇത് അറ്റൻറ്റീവ് ആയില്ലെങ്കിൽ കിട്ടില്ല. അതിന്റെ ബാക്കിയാണ് ഈ വരുന്നത്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുഴുവനും കഴിഞ്ഞ ക്ലാസ്സിലെ പറയുകയാണെങ്കിൽ അതേ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോവില്ല നമ്മൾ. അതുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉദരത്തെ ഉപാസിക്കുന്നു എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. മണിപൂരത്തെ ഉപാസിച്ച് അതിൽ നിന്ന് മുകളിലേക്ക് കയറി അങ്ങനെ ഹൃദയസ്ഥാനത്തിലെത്തി ഈശ്വരനുമായി എന്താണ് ആത്മാത്മ്യം പ്രാപിച്ച് മുകളിലേക്ക് എത്തി മോക്ഷാവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വിസ്തരിച്ച് പറഞ്ഞാണ്. അങ്ങനെ ഉദരത്തെ ഉപാസിക്കുന്നത് കൊണ്ട് ഈശ്വരനെ ജീവനെ പോലെ ഉദരാദികളായ സംബന്ധമുണ്ട് എന്ന് വരുമോ? ഈശ്വര സത്തയ്ക്ക് ഉദരം, കാല്, കയ്യ്, നിങ്ങൾക്ക് നമ്മൾ അവയവങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ അതിനുള്ളത് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനങ്ങളില് ഈശ്വരൻ പ്രവേശിക്കുന്നത് കൊണ്ട് ഓരോ സ്ഥാനത്തിലും ഈശ്വരന്റെ പ്രകാശം, ശോഭ ഉണ്ടാവില്ലേ? ഉദരത്തിന് മാത്രമല്ല, എല്ലാ അവയവങ്ങളിലും. അങ്ങനെ വന്നാൽ ജീവനും ഈശ്വരനും തമ്മിൽ ഒരു ഇതുപോലെ തന്നെ ഒരു ഭേദം വരുമല്ലോ. അഭേദം എങ്ങനെ പറയാൻ പറ്റും? ജീവനും ഈശ്വരനും ഒന്നാണ് എന്നാണ് സ്ഥാപിക്കാൻ പോകുന്നതെങ്കിൽ എന്തിനാണ് ഈ ഉപാസന? ഞാൻ തന്നെ ഈശ്വരനാണ്, ഞാൻ ആരെ ഉപാസിക്കുക? അപ്പൊ ജീവനും ഈശ്വരനും ഭേദമുണ്ട് എന്ന് കാണിക്കാൻ പുറപ്പെടുകയാണോ ഇവിടെ ചെയ്തത്? അതോ ഇത് രണ്ടും ഒന്നാണെന്ന് പറയുകയാണോ? ഒന്നാണെന്നാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഉദരം ഉപാസന എന്ന ഉപാസനയുടെ പ്രസക്തി എന്താണ്? ഈ ശ്ലോകം തുടങ്ങുന്നതിന് മുമ്പുള്ള ചോദ്യം ഇതാണ്. അതിന്റെ മറുപടിയാണ്. എന്തിനാണ് ഇങ്ങനെ? നമ്മളും ചോദിക്കുന്നതാണ്. ഞാനും ഈശ്വരനും ഒന്നാണെങ്കിൽ പിന്നെ ഞാൻ ആരെ ഉപാസിക്കണം? അപ്പൊ ഞാനും ഈശ്വരനും രണ്ടാണ് എന്നുള്ള ഭാവന വന്നാൽ നമ്മളെ അദ്വൈതത്തിനെതിരായിട്ട് വരില്ലേ? ഇതൊക്കെ നമുക്ക് ഒത്തിരി ആശങ്കകളാണ്. അതിന് മറുപടിയാണ് വേദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുക. അങ്ങനെ ആണെങ്കിൽ എന്താണ്? ഈശ്വരൻ ഈ ജീവഗതങ്ങളായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കില്ലല്ലോ, അതിനെ നിരാകരിക്കണം. അതിനെങ്ങനെയുള്ള ശക്തി ഉണ്ടാകും ഈശ്വരന്? ഈ ജീവനിൽ ഇരുന്നു കൊണ്ട് ജീവഗതമായ എല്ലാത്തരം ദുഃഖങ്ങളെയും
നിരാകരിക്കാൻ ഈശ്വരന്റെ ജീവനിൽ ഇരുന്നു കൊണ്ട്, ജീവാത്മാവായ നമ്മൾ ഓരോരുത്തരും ഇരുന്നു കൊണ്ട് ഇതെങ്ങനെ സാധിക്കും? ഇത് ഈ ശങ്ക തീർക്കാൻ വേണ്ടിയിട്ടാണ് അതിഗൂഢമായ ഈശ്വര തത്വം എന്താണെന്ന് വേദം വിസ്തരിച്ച് വന്നിരിക്കുന്നുണ്ട്. ഏകോദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂത അന്തരാത്മാ കർമ്മ അധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേതോ കേവലോ നിർഗുണശ്ച എന്ന് ശ്രുതി ഇതിനെ വിസ്തരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ വിഷയത്തെ. ഇനി നമുക്ക് ശ്ലോകത്തോട്ട് കിടക്കാം, എന്നാലേ ഈ ശ്ലോകം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയാൻ പോകുന്ന വിഷയം ഇതിന്റെ മറുപടിയാണ്. ഏതിന്റെ? ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണോ? ഞാൻ ആരെയാണ് ഉപാസിക്കേണ്ടത്? ഞാൻ ഉപാസിക്കുന്നത് ഈശ്വരൻ വേറെയല്ലേ? ഉദരത്തെ ഉപാസിക്കുന്നു എന്ന് ഇപ്പൊ പറയുമ്പോൾ അവിടെ മണിപൂര ചക്രമാണ്. ആ മണിപൂര ചക്രം എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്? അവിടെ തന്നെയാണ് ഈശ്വരൻ ഉള്ളതെങ്കിൽ ഞാൻ ആരെ ഉപാസിക്കണം? അതോ അവിടെയും ഞാനും ഈശ്വരനും രണ്ട് തന്നെയാണോ? അങ്ങനെ രണ്ടാണെങ്കിൽ ഈശ്വരൻ ഇവരുടെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖദുഃഖാദികളൊക്കെ ഈശ്വരൻ അനുഭവിക്കാതിരിക്കുമല്ലോ. അത് ഈശ്വരനിൽ എനിക്കല്ലേ ഉള്ളൂ. ഇതെങ്ങനെയൊക്കെ സാധിക്കുന്നു എന്ന് ഗഹനമായ കുറെ ചോദ്യങ്ങളുടെ ഒരു മറുപടിയാണ്. നമ്മൾ കുറെ കാലമായി വേദാന്തം പഠിച്ചിട്ടും പഠിക്കാതെയും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു സാരമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സുകൃത വിചിത്രയോനിഷു വിഷന്നിവഹേതുതയാം. സുകൃത വിചിത്രയോനിഷു, തന്നെത്താൻ ചെയ്യപ്പെട്ട വിചിത്രമായ പല യോനികളിലെ സ്വകൃത വിചിത്ര യോനിഷു, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ജീവ വസ്തുക്കൾ എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാണ്. അങ്ങയുടെ സൃഷ്ടിയാണിത് മുഴുവൻ. സ്വകൃതമായ വിചിത്രമായ യോനികളിൽ വിഷന്നിവ പ്രവേശിക്കുന്നവനെ പോലെ ഹേതുതയാ, എന്താണ്? കാരണം കൊണ്ട്. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? കാരണാത്മാവായി, കാരണസ്വരൂപനായിട്ടാണ് അങ്ങ് പ്രവേശിക്കുന്നത് എല്ലാത്തിലും. അപ്പം അങ്ങ് സൃഷ്ടിച്ചതിൽ തന്നെയല്ലേ അങ്ങ് പ്രവേശിക്കുന്നത്? അതെ, അല്ലാത്ത ഒന്നിനും അങ്ങേക്ക് പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എത്ര കോടാനുകോടി പദാർത്ഥമുണ്ടോ അതൊക്കെ അങ്ങയാൽ സൃഷ്ടിച്ചതാണ്. സുകൃത വിചിത്രയോനിഷു ഹേതുതയാ വിഷന്നിവ, കാരണമായി പ്രവേശിക്കുന്നവരെ. കാരണം എന്താണ്? ഓരോ വസ്തുക്കളുടെയും കാരണം അന്വേഷിച്ചാൽ അങ്ങയിലേ എത്താൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചരാചരങ്ങളായ സകലതിന്റെയും കല്ലായാലും മണ്ണായാലും പർവ്വതമായാലും സ്വർണ്ണമായാലും കുടമായാലും ഒക്കെ എത്തിച്ചേരുന്നത് അങ്ങയിൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കാരണം അങ്ങ് തന്നെയാണ്. തരതമതഃ ചകാഫി അനലവത്. എന്താ തരതമതഃ എന്ന് വെച്ചാൽ താരതമ്യം അനുസരിച്ച്. ഈ തര തമ എന്നുള്ള രണ്ട് പ്രത്യയങ്ങൾ രണ്ട് ഡിഗ്രിയെ കാണിക്കാനാണ്. ഈ തമപ്രത്യയം സൂപ്പർലേറ്റീവ് കാണിക്കുന്നു, മറ്റേ കമ്പാരിറ്റീവ് ആണ്. തരപ്രത്യയം അതാണ് മധുരം മധുരതരം മധുരതമം, സുഖം സുഖതരം സുഖതമം. ഈ തരതമങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ഈ രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് മലയാളികൾ താരതമ്യം, മലയാളം സംസ്കൃത വാക്ക ഇതല്ല, എന്നാൽ മലയാളത്തിൽ താരതമ്യം എന്നെപ്പോഴും പറയുന്നത് തരതമങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പം ഈ തരതമത എന്ന് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞു ഇരിക്കുക. ഇപ്പൊ തരം തമത്തേക്കാൾ കുറഞ്ഞാണ്, ഇനി തരത്തേക്കാൾ കൂടുതലാണ് ഇവിടെ തമം. അപ്പൊ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തരതമതഃ. തരതമ എന്നുള്ള ശബ്ദത്തിന്റെ പഞ്ചമി വെച്ചിട്ടാണ് തരതമതഃ. എന്താ? തരതമങ്ങളിൽ നിന്നും ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന, അതിനെ അധികരിച്ചും അതിനെ കുറഞ്ഞും ഇരിക്കുന്നതിൽ നിന്നും ചകാഫി ശോഭിക്കുന്നു, അനലവത് അനലിനെ പോലെ, തീ എന്ന പോലെ ശോഭിക്കുന്നു. അങ്ങ് സകല കാര്യങ്ങളിലും കാരണരൂപേണ ചേർന്നിരിക്കുന്നതാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യം അങ്ങേക്കില്ല. ഇപ്പൊ കൊശവൻ കുളമുണ്ടാക്കി കഴിഞ്ഞാൽ
അതിന് നിമിത്ത കാരണമായ മണ്ണ് കുടങ്ങളിലൊക്കെ ഉണ്ടാവും. അതിന് കാരണസ്വരൂപൻ ഇയാൾ തന്നെയാണ് ഈ കുശലൻ. ഈ കുശലന്റെ ആ ഉണ്ടാക്കുന്ന ചാതുരി കുടങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് അതിലേക്ക് പ്രവേശിക്കലല്ല, അതോട് ചേർന്നാണ് കാര്യം ഉണ്ടാകുന്നത്. കാര്യകാരണങ്ങൾ രണ്ടാവില്ല, ഒന്ന് തന്നെയാണ്. കാര്യത്തിലേക്ക് കാരണം പ്രവേശിക്കുന്നില്ല എന്ന് പറയാൻ പോവാണ്. അപ്പൊ ഈശ്വരഭക്ത ജീവനിലേക്ക് പ്രവേശിക്കല്ല, സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിൽ രണ്ടും കൂടി ഇടചേർന്ന് ഒന്നിച്ച് കലർന്നാണ് വരിക തന്നെ ചെയ്യുക. അങ്ങനെ അതുകൊണ്ട് പിന്നെ അതിന് പ്രവേശനമില്ല. എങ്കിലും പ്രവേശിച്ചവനോ എന്ന് തോന്നുമാറ്, അതാണ് വിഷൻ ഇവ. നോക്കോളൂ, വിഷൻ ഇവ, പ്രവേശിക്കുന്നവനെ പോലെ തോന്നിക്കുകയാണ്. വാസ്തവത്തിൽ ഈശ്വരനെ എല്ലാം സൃഷ്ടിച്ചിട്ട് അതിനകത്തോട് ചാടിക്കറി ഇരിക്കൊന്നുമല്ല, അങ്ങനെ ഉണ്ടാവുന്നില്ല. സൃഷ്ടിക്കുമ്പോൾ തന്നെ തന്റെ സൃഷ്ടി വൈഭവത്തിൽ താൻ തന്നെ ഭാഗഭാക്കാണ്. കാര്യകാരണങ്ങൾ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്, ഒന്നിൽ നിന്നും മറ്റൊന്ന് അല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? വിറകിന്റെ ഭേദം കൊണ്ടാണ് അഗ്നിയുടെ ആകൃതി നമ്മൾ തിരിച്ചറിയാം. വിറകിന്റെ ഭേദം കൊണ്ട് അഗ്നിയുടെ ആകൃതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പരതമതഃ ചകാഫി അനലവത്, അനലിനെ പോലെ. എങ്ങനെയാണോ വിറക് അടുക്കിയിരിക്കുന്നത്, ആ അടുക്കിന്റെ വ്യത്യാസത്തിലും അതിൻ്റെ അടുക്കലിന്റെ ഭാഗമായി അഗ്നിയുടെ ഓരോ വർണ്ണഭേദങ്ങളും കാണാം. അഗ്നിയുടെ വർണ്ണഭേദങ്ങൾ വിറകിന്റെ വ്യത്യാസത കൊണ്ടാണ്, ഇന്ധനത്തിന്റെ വ്യത്യസ്തത കൊണ്ടാണ്. ഇപ്പൊ കറുത്ത വസ്തുവാണെങ്കിൽ ചിലപ്പോൾ അഗ്നി കത്തിക്കാളുന്നതിനകത്ത് കൂടുതൽ കറുപ്പ് നിറവായിരിക്കും. നീളത്തിലുള്ള ഒരു തടി കത്തിക്കാളിയാൽ അഗ്നി ഇങ്ങനെ നീളത്തിൽ നിൽക്കുള്ളൂ. സൂചി പോലെയുള്ള ഒരു വിറക് കമ്പിന്റെ അറ്റമാണ് കത്തുന്നതെങ്കിൽ സാമ്പ്രാണി കത്തുന്ന പോലെ നേരെ മുകളിലേക്ക് അഗ്നി ഇങ്ങനെ ജ്വാലയായിട്ട് പോകാൻ പറ്റും. ഈ അഗ്നിയുടെ ഈ അഗ്നിക്ക് വാസ്തവത്തിൽ ഒരു ഭേദവും ഇല്ലല്ലോ. പക്ഷെ എപ്പോഴാണോ വിറകിലേക്ക്, കാരണം വിറകിലേക്ക് അഗ്നി പ്രവേശിക്കുകയല്ല, കാരണം വിറകിൽ ആരുണ്ട്? അഗ്നിയുണ്ട്. പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളും അഗ്നിയുണ്ട്. ഉള്ള അഗ്നിയാണ് രണ്ട് കമ്പ് കൂട്ടി വരച്ച് കടഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഇല്ലാത്ത അഗ്നി കടഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ, ഉള്ളതേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? വിറകിലേക്ക് അഗ്നി സന്നിവേശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിറക് എന്ന കാര്യവും അഗ്നി എന്ന കാരണവും ഒന്നിച്ച് വിറകിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കളയുമ്പോൾ അതിൽ നിന്നും അഗ്നി ജ്വലിക്കാൻ കാരണമായത്. എത്ര നല്ലൊരു ഉദാഹരണങ്ങൾ നമ്മൾ കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വേദസ്തുതിയുടെ ഏറ്റവും വലിയ മഹിമ ഇതാണ്. എത്ര ഗഹനമാണെങ്കിലും സിമ്പിളായിട്ട് നമ്മളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് വേദം. അതുകൊണ്ട് അത് ചിലപ്പം തീരെ ചെറുതായിട്ട് ഒരു കുന്നിക്കുരു പോലെ തീ കാണാം, ചിലപ്പം ഭയങ്കര അഗ്നിയായിട്ട് ഒരു പ്രദേശം മുഴുവൻ കത്തിക്കാളുന്ന കാണാം. ഒരു വൃക്ഷത്തെ കത്തുമ്പോൾ വൃക്ഷം മുഴുവൻ കത്തിക്കാളുന്നതായിട്ട് കാണാം. ശവസംസ്കാരത്തിന് വരുമ്പോൾ ശവത്തിന്റെ ചുറ്റുമിട്ടിരിക്കുന്ന വിറക് മുഴുവൻ കൂടെ കത്തിയിട്ട് കാളി വലിയ തീയായിട്ട് കാണാം. ഇങ്ങനെ കാണുന്ന എല്ലാം ഇന്ധനഭേദം കൊണ്ട് മാത്രമാണ്. ദീർഘമായിട്ടും ഹ്രസ്വമായിട്ടും നിറവ്യത്യാസം കൊണ്ടും വലിപ്പം കൊണ്ടും ഒക്കെ അനേക വിധമായി തോന്നുന്നത് പോലെയാണ് അനേക വിധമായി തോന്നുന്നതിന് കാരണമായ ഓരോ ദേഹോപാധികളെ അനുസരിച്ചിട്ടാണ് നാനാത്വം. വാസ്തവത്തിൽ അഗ്നിക്ക് നാനാത്വം ഇല്ല. അതുപോലെയാണ് അങ്ങ്. നോക്കൂ, അഗ്നി പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് അങ്ങ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളിലും കാരണസ്വരൂപനായിട്ട് ഇരിക്കുന്നത്. തരതമശ്ചകാഫി അനലവത് സ്വകൃത അനുകൃതി. സ്വകൃത അനുകൃതി. സ്വകൃത തന്നെത്താൻ ചെയ്യപ്പെട്ടതായ, അനുകൃതിയായി. അനുകൃതി അനുകരണമായി തന്നെ എന്നർത്ഥം. അത് താൻ ചെയ്ത ഓരോ വസ്തുക്കളെയും അതിൻ്റെ അനുകൃതി അനുസരിക്കുക. താൻ ഉണ്ടാക്കി വെച്ച സകല പദാർത്ഥങ്ങളിലും താൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടെ പിന്തുടർന്നുകൊണ്ടിരിക്കുക, അനുസരിക്കുക. സ്വകൃതങ്ങളിൽ അനുകൃതിയാണ്. സുകൃത അനുകൃതി തരതമഹ അനലവത് ചകാഫി. അഗ്നിയെ പോലെയാണ് അങ്ങ് ശോഭിക്കുന്നത്. അഥാ അനന്തരം വിദധാഫു അമൂഷു അവിദധം തവ ധാമ സമം. വിദധാഫു,
വിതഥം അസത്യങ്ങളായിരിക്കുന്ന അമൂഷു ഇവകളിൽ. അഥ വിതഥാഫു അമൂഷു അവിതഥം, അസത്യങ്ങളായിരിക്കുന്ന ഈ പദാർത്ഥങ്ങളിലൊക്കെ അവിതഥമായി സത്യമായി സമമായും തവധാമ അങ്ങയുടെ ഇരിപ്പിടം, അങ്ങയുടെ ശക്തി തുല്യമാണ്. എല്ലാത്തിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അനേകമായി തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെളുപ്പ്, ചുവപ്പ് മുതലായിരിക്കുന്ന വർണ്ണഭേദങ്ങള്, പരിണാമഭേദങ്ങൾ ഇതൊക്കെ പ്രാപിച്ചവനാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ശോഭിക്കുന്നു. വാസ്തവത്തിൽ ഈ ഭേദങ്ങളൊന്നും അങ്ങേക്കില്ല, വർണ്ണഭേദങ്ങളൊന്നും അങ്ങേക്കില്ല. ഇങ്ങനെ തോന്നിക്കുന്നത് അവയിൽ സത്യമായിട്ടുള്ള കാരണം എല്ലാറ്റിലും വ്യാപരിച്ചിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം മാത്രമാണ് സത്യം. ബാക്കിയൊക്കെ എന്താണ്? അസത്യമാണ്. വിതഥാഫു അമൂഷു അവിതഥം തവധാമ, വിതഥങ്ങളായ വസ്തുക്കളൊക്കെ അങ്ങയുടെ ഇരിപ്പിടം അവിതഥമായി തന്നെയാണ്, സത്യമായി തന്നെയാണ്, സമവുമാണ്, എല്ലായിടത്തും ഒരുപോലെയാണ്. ചെല്ല് കുറവ് ചെല്ല് കൂടുതലൊന്നുമില്ല. വിരജധിയോ അന്വയന്തി അഭിവിപണ്യവയേകരഫം. വിരജധിയ, വിരജധി ആയിരിക്കുന്ന സമസ്ത മനുഷ്യരും നിർമ്മലമായ ബുദ്ധി, വിരജം രജസില്ലാത്ത ധീ ബുദ്ധി, വിരജധിയ നിർമ്മലന്മാരായ ബുദ്ധിമാന്മാർ അന്വയന്തി അറിയുന്നു. അന്വയത്തെ എന്നാണ്. നോക്കൂ, ഇവിടെ വാക്യാർത്ഥം വിട്ടു, വാച്യാർത്ഥമൊക്കെ വിട്ടു. അനു അയത്തെ, കൂടെ പോവുക, പിന്തിരിയുക, കൂടെ നടക്കുക, ഇതൊക്കെയാണ് അർത്ഥം വാക്കിന്. പക്ഷെ ആ വാച്യാർത്ഥത്തെ മുഴുവൻ കളഞ്ഞിട്ട് അതുമായിട്ട് ബന്ധം ഉള്ള മറ്റൊരു വ്യംഗ്യാർത്ഥത്തെ, ലക്ഷണാർത്ഥത്തെ സ്വീകരിച്ചു. ആ രണ്ടർത്ഥം അവിടെ കളയുകയില്ല. രണ്ടും ഒന്ന് കളഞ്ഞും കളയാതെയും സ്വീകരിക്കുക. ഇത് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതാണ്. അതാണ് അന്വയന്തി എന്നുള്ള അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. അന്വയന്തി അഭിവിപണ്യവഹ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നവരാണ് അഭിവിപണ്യന്മാർ, അഭിവിപണികൾ. വിപണി എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങലാണ്, കച്ചവടമാണ്. അഭിവിപണികൾ എന്ന് വെച്ചാൽ കൊടുക്കൽ വാങ്ങുന്ന കച്ചവടമായ കർമ്മം ചെയ്യുന്നവർ. പക്ഷെ അവിടെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഭി എന്ന ഉപസർഗം ചേർത്തത്. അഭിപണ്യവഹ ഏകരസം, ഏകരസനായ ഒറ്റ രസത്തോടു കൂടിയവനായ അങ്ങയെ വിരജധീകൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അല്ലാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ഏത് കാലത്തും എല്ലായിടത്തും നശിക്കാത്ത സത്തായ സന്മാത്രനായ അങ്ങ് എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. ഈ പദാർത്ഥങ്ങളൊക്കെ നശിച്ചാലും അങ്ങ് നശിക്കില്ല. കാര്യങ്ങളൊക്കെ പോയാലും കാരണം നിലനിൽക്കും. ഇവിടെ ഏത് കാലത്തും നശിക്കാത്തതാകയാൽ അത് സത്താണ്, ത്രികാല അബാധ്യമാണ് സത്ത്, എക്കാലവും നിലനിൽക്കുന്നതാണ് സത്ത്. അതാണ് സത്യം, അതാണ് അങ്ങ്. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സമസ്ത ഭോഗ അനുഭവങ്ങളെയും ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്ന നിർമ്മല ബുദ്ധിമാന്മാർ. ഐഹികമായ ഒന്നും ആഗ്രഹിക്കരുത്, പാരത്രികമായതും ആഗ്രഹിക്കരുത്. രണ്ടും ആഗ്രഹിക്കാത്ത നിർമ്മല ചിത്തന്മാരായ ആൾക്കാർ. അതാണ് വിരജധിയോ, വിരജധികൾ. അവര് അങ്ങേ അറിയുന്നു. അന്വയന്തി, അറിയുന്നു. അതെങ്ങനെയാണ്? അതുകൊണ്ട് ദേഹാദി പ്രവേശത്തിലും ഐശ്വര്യത്തിനും ലേശവും കുറവുകൂടാതെ അങ്ങ് നിർവികാരനായി ദേഹത്തിൽ പ്രവേശിക്കും. എത്രയെത്ര മഹാത്മാക്കൾ അങ്ങേ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അങ്ങേക്ക് ഇത് വിഷയമേ ഇല്ല. അങ്ങ് എന്താണ്? എല്ലാറ്റിനോടും കൂടെ ചേർന്ന് സഞ്ചരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായവരെല്ലാവരും അങ്ങേ എന്ത് ചെയ്യും? സേവിക്കുകയും ചെയ്യും. കാരണം ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടരായ ആൾക്കാർക്ക് കൂടിയിരിക്കുന്ന ആളിനെ തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥ വന്നാൽ കാര്യോപാധികളിലെ ഏറ്റക്കുറവുകൾ
അനുസ്യൂതമായിരിക്കുന്ന ഭഗവാനെ ബാധിക്കില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉപാസിക്കുന്നത്, ഭജിക്കുന്നത്. അപ്പോൾ ഒരു ജീവന്റെ വേദം ഒരു ജീവനായി മാറി ഭഗവാനെ സ്തുതിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് സ്തുതിക്കാൻ പാകത്തിന് അങ്ങ് സകല പദാർത്ഥങ്ങളിലും കാര്യസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നുണ്ട്. കാരണസ്വരൂപനുമാണ് അങ്ങ്. ഇത് രണ്ടും അങ്ങ് തന്നെയാണ്. കാര്യസ്വരൂപത്തെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്, കാരണസ്വരൂപത്തെ സ്തുതിക്കാൻ പറ്റില്ല, അതൊന്നായിട്ട് തന്നെ മാറിയുള്ളൂ. അതുകൊണ്ടാണ് ഉപാസിക്കുന്നു എന്നുള്ള വാക്ക് മുമ്പേ ഇവിടെ ഉപാസിച്ചത്. ഉദര ഉപാസതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെ എങ്ങനെ ഉപാസിക്കാൻ പറ്റും എന്ന് മുമ്പലത്തെ ആശങ്കയ്ക്ക് ഒരൊറ്റ ശ്ലോകത്തിൽ കൂടി മറുപടി പറഞ്ഞ് അത് തീർത്തിട്ടാണ് അടുത്ത ശ്ലോകത്തിലേക്ക് ഈ വേദസ്തുതി പതുക്കെ നടന്നു നീങ്ങുന്നത്. സുകൃത വിചിത്രയോനിഷു വിശന്നിവഹേതുതയാം തരതമശ്ചകാഫ്യനലവത് സുകൃതാനുകൃതി അഥ വിദധമൂഷവിദധം തവധാമഫമം വിരജധിയന്വയന്ത്യഭിപന്യവയേകരസം സുകൃത വിചിത്രയോനിഷു വിശന്നിവഹേതുതയാം തരതമശ്ചകാഫ്യനലവത് സുകൃതാനുകൃതി അഥ വിദധമൂഷവിദധം തവധാമഫമം വിരജധിയന്വയന്ത്യഭിപന്യവയേകരസം സുകൃത വിചിത്രയോനിഷു വിശന്നിവഹേതുതയാം തരതമശ്ചകാഫ്യനലവത് സുകൃതാനുകൃതി തരതമതഃ ചകാഫി അനലവത് തരതമതശ്ചകാഫ്യനലവത് സുകൃതാനുകൃതി അഥ വിദധാഫമൂഷവിദധം വിദധാഫു അമൂഷു അവിദധം വിദധാഫമൂഷവിദധം തവധാമഫമം വിരജധിയോന്വയന്ത്യഭിപന്യവ ഏകരസം. ഇതിൽ ആർക്കെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ ചോദിക്കാം. സാറേ, ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ലല്ല, ഈശ്വരൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ടോ? അപ്പൊ നമ്മൾ കപില ഭഗവാന്റെ സാഖ്യം പറയുന്നത് മറ്റത് പുരുഷനും പ്രകൃതി പുരുഷനും കൂടെ യോജിച്ചെങ്കിലല്ലേ ഒരു ജീവൻ ഉണ്ടാവും. അതെ, യോജിക്കുമ്പോഴേ അത് കർമ്മനിരതമാവുകയുള്ളൂ. ഇത് രണ്ടും ഒരുപോലെ വരുമോ? അതെ, ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ, അതുകൊണ്ട് കർമ്മം ഉണ്ടാവണ്ടേ. കർമ്മം ഉണ്ടാകണമെങ്കിൽ പുരുഷൻ. അതെ, പുരുഷന്റെ പ്രചോദനം കൊണ്ടേ അത് പ്രവർത്തിക്കുള്ളൂ. ഉണ്ടേ ഇല്ലാത്ത. ഇപ്പൊ കറണ്ട് ഉണ്ട്, പക്ഷെ എങ്ങനെ അറിയും? അങ്ങനല്ലേ അറിയുള്ളൂ. കറണ്ട് എന്നാ ഈശ്വര ഭക്ത അതിനകത്തെല്ലാം ഉണ്ട്. സാഖ്യം പറയുന്നത് അത് അറിയണമെങ്കിൽ, അതിന് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ബൾബിട്ട് കൊടുക്കണം. അപ്പൊ അറിയാം. അത് കത്തിയാൽ ഈശ്വരന്റെ സത്യമാണിതെന്ന് അറിയാൻ പറ്റും. അതല്ലേ കാണിച്ചേ? അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ? വിദഗ്ധം എന്ന് വെച്ചാൽ അസത്യമായത്. വിദഗ്ധം, അവിദഗ്ധം സത്യമായത്. അവിദഗ്ധമാണ് സത്യമായതല്ലേ? അതെ, വിദഗ്ധം അല്ലാത്തത്. ഇപ്പൊ തഥം സത്യമാണ്, വിദഗ്ധം സത്യമല്ലാത്തത്. അവിദഗ്ധം വീണ്ടും ആദ്യത്തെ തന്നെ വരും. അവിടെ തഥം തഥ്യം, അതാണ് സത്യം. തഥം സത്യം, അത് മനസ്സിലാകാത്തത് വിദഗ്ധം അസത്യം. ഈ വിദഗ്ധം അല്ലാത്തത് അവിദഗ്ധം. അപ്പൊ മനസ്സിലായി. സാറേ, ഇവിടെ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത് സർവഭൂതങ്ങളിലും, അതായത് മഹാമേരുവിലും പുൽക്കൊടിയിലും ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേ ചൈതന്യ വസ്തുവായി വർദ്ധിക്കുന്ന നിത്യസ്വരൂപനായ ആ ശക്തി അങ്ങ് തന്നെയാണ് എന്നല്ലയോ പറഞ്ഞ്? അതെ, അങ്ങേ ഞങ്ങൾ ഉപാസിക്കുന്നു. വന്ന സംശയം, ഉപാസിക്കണമെങ്കിൽ രണ്ടാവണ്ടേ? ഇവിടെ സാക്ഷീഭൂതനായിട്ട് വർത്തിക്കുന്നു. ഞാനുള്ള ഭഗവാനെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഭഗവാൻ വേറെ എന്ന് വരില്ലേ? വേറെ എന്നുള്ള ദ്വന്ദ്വം വരും. അതെ, അതെങ്ങനെ പറ്റും എന്നായിരുന്നു ചോദ്യം. ഉദര ഉപാസനയിൽ മുമ്പ് പറഞ്ഞല്ലോ. അതെ, അപ്പൊ അങ്ങനെ ഉപാസിക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. അതെ, അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് വിശന്ന് ഇവ എന്നാണ്. വിശന്നിവ, പ്രവേശിക്കുന്നവനെ പോലെ തോന്നിക്കലാണ്. ഇത്
ജീവഗതമായ നമ്മളുടെ അനുഭവം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഉപാസിക്കാൻ തോന്നുന്ന മനോഭാവത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ജീവഗതമായ അനുഭവം കൊണ്ടാണ്. അതെ, അല്ലെങ്കിൽ അതില്ല. ഇല്ല. അതാണ് കാര്യവും കാരണവും ഒന്നിൽ തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അല്ല കാര്യത്തോട് കാരണം പ്രവേശിക്കലല്ല. അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തന്നെ കണ്ട് ഉപാസിക്കാൻ പറ്റും. കാര്യകാരണ ഭേദമില്ലാതെ ഒന്നായിട്ട് അങ്ങനെ വരുമ്പോഴേ നമുക്ക് എന്താണ് ഉപാസിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപാസിക്കാൻ പറഞ്ഞത്. വിദഗ്ധമായ ചോദ്യവും മറുപടിയുമാണ്. ചിന്തിച്ചു പോകാൻ പറ്റിയ ചോദ്യങ്ങളാണ്. സാധാരണക്കാർക്ക് ചിന്തയിൽ എത്താൻ പറ്റാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് ദശമത്തിന് ഒടുവിലായ വിഷയം കൊണ്ട് വെച്ചത്. അതുവരെ പഠിച്ചു ഉപാസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദ്വന്ദ്വം എത്തിയല്ലോ. അതെ, എത്തിയല്ലോ. അപ്പൊ ഇതെങ്ങനെ ശരിപ്പെടും? അതെ, അദ്വൈതമാണോ അതോ അദ്വൈതമാണോ, ഇതിൽ ഏതാണ്? അപ്പൊ ആ സംശയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം. ഒറ്റ ഉദ്ദേശം ശ്ലോകത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞത് അഗ്നി. അതെ അതെ. അഗ്നി രൂപമൊന്നുമില്ല. അഗ്നിയെ നമ്മൾ ഉപാസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് അതിന്റെ രൂപം പുറത്ത് കാണുമ്പോൾ മാത്രമാണ്. അതെ അതെ അതെ. അല്ല, അഗ്നി അതിനകത്ത് ഉണ്ടല്ലോ. ഈ പക്ഷെ നമ്മൾ അറിയില്ല. അതുപോലെയാണ് അങ്ങയുടെ സത്ത. എവിടെ നിന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്നതല്ല, അതിൽ തന്നെ അന്തർലീനമായിട്ട്. പക്ഷെ നമുക്ക് ഉപാസിക്കണമെങ്കിൽ അതൊരു ആകൃതിയായിട്ട് കത്തിക്കള. അപ്പൊ ഒരു ഇന്ധനം വേണം. അതാണ് ജീവാത്മാവ്. അതിലിങ്ങനെ കത്തിക്കളയുമ്പോഴാണ് നമ്മളെ ഈശ്വരൻ ഇതാണ് ഇതാണ്, ഭക്തി ഇതാണ്, ഇതുപോലെ ഈശ്വരൻ ഇതാണ്. എത്ര സുന്ദരമായ ഉദാഹരണം നമ്മുടെ ലിമിറ്റേഷൻ കൊണ്ട്. അത് അപ്പൊ എക്യുപ്മെന്റുകൾക്കാണ് മാറ്റങ്ങളും പ്രശ്നങ്ങളും ഭേദങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളത്. കറണ്ടിന് അതില്ല, നിത്യവസ്തുവിനില്ല. ഇല്ല, കറണ്ട് ഒരുപോലെ എല്ലാത്തിലും ഒരുപോലെ ഉള്ളൂ. അതെ അതെ. ഈ എക്യുപ്മെന്റിന്റെ അകത്ത് ട്രാൻസ്ഫോമർ കുറയ്ക്കുകയോ ചെയ്യില്ല, കണ്ടൻസർ വെച്ച് കുറയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഇതിനകത്ത് വെച്ചല്ലേ. ഈ ദൃഷ്ടാന്തങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് അതിൽ കൂടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ നിത്യേന വീട്ടിൽ ഉപയോഗിക്കുകയാണ് ദൃഷ്ടാന്തം. ഇതിനകത്തൊക്കെ കറണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് നമ്മൾ ടി വിയിൽ എടുക്കുമ്പോൾ, റേഡിയോയിൽ എടുക്കുമ്പോഴും, ഫാനിൽ എടുക്കുമ്പോഴും ഒക്കെ അതിൻ്റെ അകത്ത് എന്താ കപ്പാസിറ്റർ, കണ്ടൻസർ, അതുപോലെ എന്താണ് അവിടെ ട്രാൻസ്ഫോമർ, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിയും കുറച്ച് കയറ്റിയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ജീവാത്മാക്കളിലുള്ള ഈ ചൈതന്യത്തെ ഇങ്ങനെയാണ് വ്യക്തമാണ്. സുന്ദരമായ ഉദാഹരണങ്ങൾ അപ്പോൾ നമുക്ക് ശരിക്കും അറിയുള്ളൂ. അത് കിട്ടിയല്ലോ. സ്പഷ്ടമാണ്. പിന്നെ അടുത്ത സോങ് ഞാൻ ഇന്ന് എടുക്കുന്നത്, എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കയറിയ. ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. നാളെ എടുക്കാം. ഒത്തിരി വിഷയം വേണ്ടല്ലോ. ഇത് നന്നായിട്ട് ചിന്തിക്കുക. അതിനെ കുറിച്ച് ആലോചിക്കാം. സാറെ, പണ്ട് ഇതെന്ത് വിഷമിച്ചാ വായിച്ചുകൊണ്ടിരുന്ന. സാറ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ എളുപ്പം. നന്ദി സാറേ. എളുപ്പമാണെന്നേ, വളരെ എളുപ്പം. പക്ഷെ ഒരാളൊന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ല പറ്റില്ല. തന്നെ അത് പറ്റില്ല. കൂട്ടിച്ചേർക്കാൻ അറിയാൻ മേലായിരുന്നു. അതെ. ഇപ്പൊ ഓരോ വാക്കും ശരിക്കും കിട്ടുന്നില്ലേ, വിഷമില്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പം കിട്ടുന്നുണ്ട്. സിമ്പിളായിട്ട് വായിച്ചോ, നന്നായി. അതാണ് നമ്മുടെ ഉദ്ദേശം. അതാ. അതുപോലെയാണ് പഞ്ചമം വരുമ്പോഴൊരു ഒരു പ്രശ്നം. അതാണ് അത്ര. അവിടെയും ഇതുപോലെ അതൊന്ന് കേട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പഞ്ചമ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെ പഠിപ്പിച്ച അല്ലാത്ത അത് പഠിക്കാത്ത ഒരുപാട് പേരുണ്ടല്ലോ. സാറ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ അത് ശരിക്കും വായിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അല്ലെ വെറുതെ ഒക്കെ ചേർത്ത് സാറേ, ആവിശൻ എന്നുള്ളതിന് പല അർത്ഥമുണ്ട് അല്ലെ? ഹേതുതയ, ആവിശൻ എന്ന് പറയുമ്പോ അല്ലെ? ഹേതുതയ വിഷന്നിവ ഇവിടെ വിഷന്നിവ അല്ലെ? ആവിശനല്ല, വിഷന്ത പ്രവേശിക്കുന്നവനെ പോലെ. സംശയങ്ങൾ തീർന്നെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.